2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് BJP എത്തുന്നു. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിലും മികച്ച മുന്നേറ്റമാണ് BJP കൈവരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന അധികാര കേന്ദ്രം, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ അടുത്ത 5 വർഷം കൂടി ഭരിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ആ 10 വർഷക്കാലവും ഈ രാജ്യത്തിന് പ്രതിപക്ഷ പാർട്ടിയില്ലായിരുന്നു, ഈ രാജ്യത്തിന് പ്രതിപക്ഷ നിരയില്ലായിരുന്നു, ഈ രാജ്യത്തിന് പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. അതായത് ഏകപക്ഷീയമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് BJP കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതെന്ന് സാരം. എന്നാൽ പിന്നീട് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എന്ന ഒരു വലിയ സഖ്യത്തെ ഉണ്ടാക്കി ഭാരതത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും യാത്ര നടത്തി ഭാരത് ജോഡോ യാത്രയെന്നും ഭാരത് ജോഡോ ന്യായ് യാത്രയെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ആബാലവൃദ്ധ ജനങ്ങളെയും കണ്ടുകൊണ്ടുള്ള യാത്ര കാര്യമായ രീതിയിൽ BJPയുടെ ഒന്ന് ഉള്ളുലച്ചു എന്നുള്ളത് വളരെ ശരിയാണ്. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ അധികാരത്തിലേക്ക് കയറാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് BJP എത്തുന്നു. ഏറ്റവും കരുത്തോടുകൂടി BJPയുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്നിരുന്ന ആ പാർട്ടിക്ക് ഘടകകക്ഷികളുടെ പിന്തുണ അനിവാര്യമായി മാറി. RJDയും TDPയും കാര്യമായ രീതിയിൽ പിന്തുണ നൽകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേന്ദ്ര നേതൃത്വം വഴങ്ങേണ്ടി വന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്രം അധികാരത്തിൽ അവിടെ തുടരണമെങ്കിൽ, കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ തുടരണമെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണ അനിവാര്യമായി മാറി. NDA കരുത്തായി നിന്നേ മതിയാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. ആ അധികാരത്തിൻ്റെ അടിത്തറയ്ക്ക് ചെറിയ കോട്ടം തട്ടുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BJPയോടൊപ്പം സഹകരിച്ച് മുൻപോട്ട് പോയ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ BJP വിടാൻ പോകുന്നു എന്ന് സാരം. അത് തുറന്നടിച്ചതുപോലെ പറഞ്ഞിരിക്കുകയാണ് ആ പാർട്ടി നേതാവ്. ഏതാണ് ആ പാർട്ടി, ആരാണ് ആ നേതാവ്? രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി ഇനി BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമാകില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർട്ടി മേധാവിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പശുപതി കുമാർ പരസാണ് പരസ്യമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒരു ദളിത് പാർട്ടി ആയതിനാൽ തൻ്റെ പാർട്ടി അനീതി നേരിടുന്നുവെന്നും NDA യോഗങ്ങളിൽ ബീഹാറിലെ BJPയും JDU സംസ്ഥാന മേധാവികളും തൻ്റെ പാർട്ടിയെക്കുറിച്ച് പരാമർശിച്ചില്ലെന്നും പരസ് പറഞ്ഞു. 2014 മുതൽ ഞാൻ NDAയിലുണ്ട്. ഇനി മുതൽ എൻ്റെ പാർട്ടിക്ക് NDAയുമായി ഒരു ബന്ധവുമില്ലെന്ന് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പശുപതി പരസ് അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കിയത്. മഹാഗത്ബന്ധൻ ഞങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ ബഹുമാനം നൽകിയാൽ ഭാവിയിൽ ഞങ്ങൾ തീർച്ചയായും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് സംസാരിക്കവേ പശുപതി പരസ് പറഞ്ഞു. ഈ വർഷം RJD പ്രസിഡന്റ് ലാലു പ്രസാദ് യാദവുമായി പരസ് നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് എത്തരത്തിലാണ് അവർക്ക് ഗുണകരമാകുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. നിലവിലെന്തായാലും NDAക്ക് ആദ്യത്തെ ഒരു തിരിച്ചടി കിട്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ തുറന്നുള്ള പരസ്യൻ്റെ പ്രഖ്യാപനം. പരസ്യൻ്റെ പരസ്യ പ്രഖ്യാപനത്തിൽ BJPക്ക് ഏതൊക്കെ തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. രാജ്യത്തെ ദളിതരെ ഏകോപിപ്പിച്ച് നിർത്തേണ്ട ഒരു ആവശ്യകത വടക്കേ ഇന്ത്യയിൽ BJPയെ സംബന്ധിച്ച് കാര്യമായ രീതിയിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ NDAക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദളിതരുടെ മുഖമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഷമിപ്പിച്ച് പുറത്തേക്ക് വിടുന്നു എന്ന ഒരു വാർത്ത സജീവമായി പുറത്തു വരുന്നത്. അതിനെ എങ്ങനെ ഇനി NDA മറികടക്കും എന്നതിന് കാത്തിരുന്ന് കാണേണ്ട ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്.